ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കുമ്പളങ്ങയെ പരിചയപ്പെടുത്തുക. എനിക്കിന്നത് കുറേ കുമ്പളങ്ങ കിട്ടി. ഇവിടെ അടുത്ത വീട്ടിലെ സാബു എനിക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ നിങ്ങളെ കൂടെ ഇതൊന്ന് കാണിച്ച് എനിക്കിത് അലുവ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക. ഈ കുമ്പളങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇത് വെള്ളം നല്ലതായിട്ട് ഇതിലുള്ള സാധനമാണ്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പം ഇത് ഇവിടെയൊക്കെ കുമ്പളങ്ങ എന്ന് പറയും. ഇതാണ് കുമ്പളങ്ങ, പല ടൈപ്പിലുണ്ട്, പക്ഷേ ഔഷധ ഗുണമുള്ള കുമ്പളങ്ങ ഇതാണ്. ഇത് വണ്ണമുള്ളവർക്ക് വെറും വയറ്റി ഇതിൻ്റെ നീര് പിഴിഞ്ഞു കുറച്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയും. പിന്നെ ഷുഗറുകാർക്ക് ഇതിൻ്റെ നീര് കുടിച്ചാൽ നല്ലതാണ്. വിരശല്യമുള്ള കുട്ടികൾക്ക് കൊടുത്താൽ കൃമിയും വരയും എല്ലാം മാറിപ്പോകും. പിന്നെ ഇത് ശരീരപുഷ്ടിക്ക് കുഞ്ഞു പിള്ളേർക്ക് ലേഹ്യം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഇത്. നമുക്ക് പായസം വയ്ക്കാം, നല്ല രുചിയുള്ള നല്ല പായസം വയ്ക്കാം. പിന്നെ അതുപോലെ പിന്നെ ലേഹ്യം ഉണ്ടാക്കാം, നല്ല അലുവ ഉണ്ടാക്കാം. ഞാൻ നല്ല ഒരു അലുവ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. അലുവ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല വിളഞ്ഞതാണ്. വിളഞ്ഞ കുമ്പളങ്ങയ്ക്ക് മാത്രം ഇങ്ങനെ തൊലിയിൽ ഇങ്ങനെ ചാരം വരും. ഇത് കണ്ടോ, കളറ് പച്ചയാണ്, പക്ഷെ നല്ല വിളവായി കഴിയുമ്പോൾ ഇങ്ങനെ ചാരം ഒരുപാട് ഇതാകും. പക്ഷേ ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയാണ്. ഇത് ഒരു വർഷത്തോളം, ഇനി അടുത്ത വർഷം വരെയും ഇത് ഇങ്ങനെ പൊട്ടലൊന്നും വീഴാതെ തന്നെ നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഒരു വർഷത്തോളം ഇത് കേടുകൂടാതെ ഇങ്ങനെ ഇരിക്കും. വെള്ളം ഇതിൻ്റെ അകത്തെ അങ്ങ് പറ്റുമെന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഇത്. അത് നിങ്ങളെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇന്ന് വന്നതാണ്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെയൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു ഹില്ലി ഏരിയയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് ആരും വെച്ച് പിടിപ്പിക്കുന്നതൊന്നുമല്ല. ഇതൊക്കെ തന്നെ വീണ് എവിടെയെങ്കിലും കുരുവൊക്കെ വീണ് ഉണ്ടാകുന്ന സാധനമാണ്. പിന്നെ ഇത് ചില വൃക്ഷങ്ങളിലൊക്കെ, വലിയ ഉയരമുള്ള വൃക്ഷങ്ങളിലൊക്കെ കയറിപ്പോയാൽ നമുക്കിത് കിട്ടാൻ സാധ്യത കുറവാണ്. അന്നേരം പിന്നെ ഇത് ഒരുപാട് വിളഞ്ഞ് പിന്നെ അതിൻ്റെ ഈ തണ്ടുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം തന്നെ ഇനി വീഴും. അതേസമയം കാപ്പി അങ്ങനെയുള്ള ചെറിയ മരത്തിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പറിച്ച് തന്നെ നമുക്ക് പൊട്ടലൊന്നും ഇല്ലാതെ തന്നെ ഇതിനെ എടുക്കാം. അങ്ങനെ കിട്ടിയതാണിത്. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി പോകാൻ വേണ്ടി വന്നതാണ്. അതേണ്ട, ഇത് കുറേ എനിക്ക് കിട്ടി. വേണ്ട, കുറച്ചൊക്കെ കൂടുതലായിട്ട് കിട്ടി. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ്. വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇതിൻ്റെ ചാരം എൻ്റെ കയ്യിലൊക്കെ ഇതായി. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത സമയത്ത് വരാം.